അതുകൊണ്ട് തന്നെ ഗ്രാമറിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് ആണ് ക്വസ്റ്റൻസിൽ ഉത്തരങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ട് ആൻസർ. ഫിസിക്സിലെ ന്യൂമറിക്കൽസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇക്വേഷൻസ് പഠിക്കുക ആൻഡ് നമ്മുടെ ഓൺ വേർഡ്സിൽ എക്സാമിന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ആ പോയിന്റ് ഇതിൽ വേണം. ക്വസ്റ്റൻ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇത് നിങ്ങൾ എന്തായാലും ഏതൊരു ജോബ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് SSLCക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഫുൾ A+ പ്രതീക്ഷിച്ച് പഠിക്കാൻ തുടങ്ങുന്ന വിദ്യാർത്ഥികളായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് കരസ്ഥമാക്കണം എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കണം SSLCയിൽ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ ആണ്. കുറേ ദിവസമായിട്ട് SSLC സ്റ്റുഡൻസ് താഴെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു സിലബസ് മാറിയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതെനിക്ക് എങ്ങനെയാണ് എത്രത്തോളം മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്രയും ടൈം എടുത്തത്. അപ്പോൾ എന്തായാലും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാം. ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് സോഷ്യൽ സയൻസ്, ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് 80 മാർക്സിലാണ് എക്സാം ഉണ്ടായിരിക്കുക. മാക്സിമം സ്കോർ 80 ആണ്. അതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒരു 110 അടുത്ത് ഒരു മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ്റെയും കൂട്ടിയിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതേപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകൾ, അതേപോലെ ലാംഗ്വേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് 40 മാർക്സിലാണ്. ഈ 40 മാർക്സ് എന്ന് പറയുന്ന സമയത്ത് 50 മാർക്സ് വരെ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്കായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതിൽ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 40 ആണ്. ഇനി ഞാൻ ഓരോ സബ്ജക്റ്റ് വൈസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷിനെ കുറിച്ചിട്ടാണ്. ഇംഗ്ലീഷ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് എന്തായാലും എല്ലാവരും കമ്പൽസറി ആയിട്ടും അറ്റൻഡ് ചെയ്യേണ്ട എക്സാം ആയിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് നോക്കുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പഠിക്കാനുള്ള ടോപ്പിക് സിലബസ് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സും സ്കൂളിൽ എടുക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ വന്നിട്ട് വായിച്ചു പോവുക. അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ എന്താ പഠിക്കുന്നത് എന്നുള്ളത് കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. എന്നിട്ട് എക്സാം ആകുന്ന സമയത്ത് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് എന്താണ് ആ ചാപ്റ്റർ എന്ന് നമുക്ക് മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷൻ ആയിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഡിസ്കോഴ്സസിനെ ജസ്റ്റ് ഒന്ന് പഠിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ചാപ്റ്റർ എന്താ എന്നുള്ളത് കൃത്യമായ രീതിയിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കിയിട്ട് പോകുക. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇംഗ്ലീഷ് തന്നെയാണ് ഗ്രാമർ എന്ന് പറയുന്നത്. കാരണം എത്രത്തോളം ഡിസ്കോഴ്സിന് നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിയാലും ഗ്രാമറിൽ ഒരു ഒറ്റ മാർക്ക് പോയാൽ പോലും നിങ്ങളുടെ A+നെ അത് ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് മാർക്സിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 8 to 10 മാർക്സ് വരെ ആയിരിക്കും നിങ്ങൾക്ക് ഗ്രാമർ വരിക. അതുകൊണ്ട് തന്നെ 72 മാർക്സ് അല്ലെങ്കിൽ 70 മാർക്സ് നിങ്ങൾക്ക് A+ കരസ്ഥമാക്കാൻ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാമറിനും അതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇഫ് ഗ്രാമറിൽ നിങ്ങൾക്ക് മാർക്ക് പോയി കഴിഞ്ഞാൽ എത്ര ഡിസ്കോഴ്സസിൽ ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ A+ നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഗ്രാമറിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിച്ചു പോകുക. ഗ്രാമറിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. പ്രാക്ടീസ് ചെയ്യാൻ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കാം. കോൺവെർസേഷൻ, കംപ്ലീഷൻ, എഡിറ്റിംഗ് പോലെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെങ്കിൽ എന്തായാലും ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ചിരിക്കണം. അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നതുകൊണ്ട് റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ തന്നെയാണ് ആ ഒരു ക്വസ്റ്റിനെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. മലയാളം പോലുള്ള ലാംഗ്വേജസിൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ടെക്സ്റ്റ് വായിച്ചിരിക്കണം. ടെക്സ്റ്റ് വായിച്ചാൽ തന്നെയാണ് ഓരോ പാഠങ്ങളിലും പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മോഡൽ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത്. പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ല, പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ലാംഗ്വേജസിൽ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് കുറേ ഗൈഡ്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കുറേ ഓൺലൈൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ആണ്. അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കുക. ഞാൻ ചെയ്യാറുള്ള ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കുക ആൻഡ് ദെൻ അതിലൂടെ എന്താണ് പറയുന്നത് എന്ന് സ്വയമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ദെൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാതെ പറഞ്ഞു നോക്കുക എന്താണ് അതിൽ പറയുന്നത്. സ്വയം നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ താറുമായി എന്ന് മനസ്സിലാക്കാം. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുന്ന സമയത്ത് അത് നമുക്ക് നല്ല രീതിയിൽ ഓർത്തെടുക്കാനും നല്ല രീതിയിൽ തന്നെ എക്സാമിന് എഴുതാനും പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹിന്ദിയാണ്. ഹിന്ദി നോക്കുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ലാംഗ്വേജ് സബ്ജക്റ്റാണ് ഹിന്ദി എന്ന് പറയുന്നത്. എന്നാൽ പലർക്കും ഹിന്ദിയിൽ A+ പോകാറുണ്ട്. ഹിന്ദിയിൽ A+ കിട്ടാൻ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. നല്ല രീതിയിൽ പാഠം മനസ്സിലാക്കുക ആൻഡ് ദെൻ ചാപ്റ്ററിൻ്റെ സമ്മർ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അതേപോലെ തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോട്ട്സിൽ തന്നിട്ടുണ്ടായിരിക്കും ടീച്ചേഴ്സ്. അത് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ പറയുന്ന പോലെ മോഡൽ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ ചെറിയ ചെറിയ ഗ്രാമർ കൂടി പഠിക്കാനായിട്ടുണ്ടായിരിക്കും. അതൊക്കെ വളരെ സിമ്പിളാണ്. ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ ക്ലിയർ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം.
ഇനി പറയാൻ പോകുന്ന കെമിസ്ട്രി പറ്റിയാണ്. കെമിസ്ട്രി പലർക്കും ഒരു വില്ലനായിരിക്കും. കാരണം ഓർഗാനിക് കെമിസ്ട്രി ഇത്തവണ അത്യാവശ്യം പഠിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒട്ടും ഡീൽ ചെയ്യാത്തൊരു ടോപ്പിക്കാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് പലവർക്കും ഒരു വില്ലനായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ പഠിക്കേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. കെമിസ്ട്രിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിക്കാം. ഒരു എക്സ്ട്രാ റീഡിംഗ് ടോപ്പിക് ആണെങ്കിൽ പോലും അത് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി വായിക്കുക. അതിൽ നിന്ന് വരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്ന് വരെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ റീഡിംഗ് ആണെന്ന് വെച്ചാൽ പോലും അത് വിട്ട് കളയരുത്, അത് വായിക്കണം. അതേപോലെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. പിന്നെ അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ലെറ്റസസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിക്കുക. കാരണം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് വൺ ഫിസിക്സ് ആണ്. ഫിസിക്സ് എങ്ങനെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി പ്ലസ് ന്യൂമറിക്കൽസ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് തിയറി എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. കാണാപാഠം പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. മനസ്സിലാക്കി പഠിക്കുക. ആൻഡ് ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്. മാർക്ക് എന്തായാലും കിട്ടും. ആ ഒരു പോയിന്റ് അതിൽ വേണമെന്ന് മാത്രം. പിന്നെ തിയറി പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയും. അതൊക്കെ അതിൽ എന്തായാലും ഉൾപ്പെടുത്തണം. കാരണം ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പോയാൽ തന്നെ ചിലപ്പോൾ ഈ ആ തിയറി മുഴുവനായിട്ട് തെറ്റാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്ന ഓരോ ലോസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ലോസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ചെറിയ മൈന്യൂട്ട് പോയിന്റ്സ് ആണെങ്കിൽ പോലും അത് സ്കിപ്പ് ചെയ്യരുത്. ഫിസിക്സിലെ ന്യൂമറിക്കൽസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇക്വേഷൻസ് പഠിക്കുക. ആൻഡ് ദെൻ അതിന് വരുന്ന ക്വസ്റ്റ്യൻസിന് ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ പഠിക്കുന്ന ഇക്വേഷൻസ് നല്ല രീതിയിൽ തന്നെ കൃത്യമായ രീതിയിൽ മാറാതെ പഠിക്കുക. മിററിൻ്റെ പാഠം പഠിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മിറർ ഇക്വേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മിറർ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ടേംസിൻ്റെ വ്യത്യാസത്തിൽ മാറിപ്പോയി കഴിഞ്ഞാൽ തന്നെ ഉത്തരം മുഴുവനായിട്ട് തെറ്റും. ബയോളജി എങ്ങനെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കാണാപാഠം പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും പറയുന്ന പോലെ തന്നെ മനസ്സിലാക്കി പഠിക്കുക. ആൻഡ് ദെൻ നമ്മുടെ ഓൺ വേർഡ്സിൽ എക്സാമിന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ആ പോയിന്റ് ഇതിൽ വേണമെന്ന് മാത്രം. ബയോളജിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യം മാത്രമാണ് നമുക്കുള്ളൂ. വേറെ ഒരു നോട്ട്സിൻ്റെയും ആവശ്യമില്ല. ബയോളജിക്ക് ടെക്സ്റ്റ് തന്നെ ധാരാളമാണ്. ടെക്സ്റ്റ് വായിച്ച് പഠിച്ചാൽ തന്നെ ബയോളജിയിൽ ഫുൾ മാർക്ക് കിട്ടും. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് മാത്സിനെ പറ്റിയാണ്. മാത്സിൽ എന്ന് പറയുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ തന്നുള്ള പ്രോബ്ലംസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ ക്ലിയർ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് അവർ ചോദിച്ച രീതി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പലവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ക്വസ്റ്റ്യൻസിൽ ഉത്തരങ്ങൾ കാണാപാഠം പഠിച്ചിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളത്. അത് ചെയ്യുന്നേക്കാൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വായിക്കുക. ആൻഡ് ദെൻ അതിലെന്താണ് ഉത്തരം കണ്ടെത്താൻ ചോദിച്ചിട്ടുള്ളത്, ആ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതെന്ന് പറയുന്നത് മാത്സിൽ ചെയ്യേണ്ട കുറച്ച് യുണീക്ക് ടിപ്സ് ആണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്തുകൊണ്ട് പഠിക്കുക. ഇനി കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. SSLC ടഫ് ആണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. കാരണം നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ SSLCയിൽ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് പഠിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം എളുപ്പമായിട്ട് SSLC നിങ്ങൾക്ക് കവർ ചെയ്ത് തീർക്കാം. അതേപോലെ സിമ്പിളായിട്ട് തന്നെ ഫുൾ A+ നേടാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ജാനുവരി തൊട്ട് പഠിച്ചാൽ ഫുൾ A+ നേടാൻ പറ്റില്ലേ എന്നുള്ള കാര്യം. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കാം. പക്ഷേ നിങ്ങൾ അപ്പോൾ കൊടുക്കേണ്ട ഒരു വർക്ക് എത്രത്തോളം സ്ട്രെസ് ആയിരിക്കും, എത്രത്തോളം സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. പ്രത്യേകിച്ച് ഈ എക്സാംസ് ഒക്കെ ടഫാകുന്ന സമയത്ത് എത്രത്തോളം നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് ഫുൾ A+ ആ ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമയം തൊട്ടേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഫുൾ A+ സിമ്പിളായിട്ട് നേടാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന കാര്യത്തെ നിങ്ങൾ എന്തായാലും ഒഴിവാക്കിയിരിക്കണം. ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആയിക്കോട്ടെ, അവരുടെ പ്രൊക്രാസ്റ്റിനേഷൻ മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ നല്ല മടി തോന്നും. ഇഫ് നിങ്ങൾക്ക് എപ്പോഴും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മുടെ ബ്രെയിനിന് 5 സെക്കൻഡോളം എടുത്തുകൊണ്ടാണ് നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത്. ഇഫ് നമ്മൾ പുസ്തകം എടുത്ത് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ 5 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ ബുക്ക് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബ്രെയിനിന് നോ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങളൊരു ആക്ഷൻ എടുക്കണം. ഇത് നിങ്ങളെ എന്തായാലും ഏതൊരു ജോബ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ബേസിക്കലി ഇതൊക്കെയാണ് SSLCയെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും SSLCയിലേക്ക് കയറാൻ പോവുകയാണ്. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു അക്കാഡമിക് ഇയർ ഞാൻ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.